കഴിഞ്ഞ ദിവസം കൽക്കിയുടെ സെക്കൻഡ് ട്രെയിലറും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൽക്കിയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. സ്പോയിലറൊന്നും അല്ല, ധൈര്യമായിട്ട് കാണാം. മഹാഭാരതത്തിലെ അശ്വത്ഥാമാവൻ ഇവിടെ എന്താണ് കാര്യം? ആരാണ് ശരിക്കും കൽക്കി? ഭുജിയാൻ ഭൈരവ സീരീസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇവിടെ പറയുന്നത്. മിത്തോളജി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ ആരാണ് കൽക്കി എന്ന് നോക്കാം. ഹിന്ദു മിത്തോളജി പ്രകാരം 4 യുഗങ്ങളാണ്: സത്യായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ യുഗങ്ങളിൽ മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരം വരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കലിയുഗത്തിൽ വരുന്ന അവതാരമാണ് കൽക്കി. കലിയുഗത്തിലെ മെയിൻ വില്ലനാണ് കലി. അത് ഇന്ന ആള് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കലിയുഗത്തിൽ എല്ലാവരുടെ ഉള്ളിലും കലിയുണ്ട് എന്നാണ് പറയുന്നത്. സിനിമ ആയതുകൊണ്ട് കലി എന്നൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. അതായിരിക്കും കമലഹാസന്റെ ക്യാരക്ടർ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, കൽക്കി അവതരിച്ചു കഴിഞ്ഞാൽ കലിയുഗം അവസാനിക്കും. പിന്നെ കലിക്ക് പുല്ലുവിലയാണ്. അത് തടയാനാണ് കലി കൂടുതലും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളെ കൊല്ലുന്ന സീനൊക്കെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഇനി മഹാഭാരതത്തിലെ അശ്വത്ഥാത്മാവൻ ഇവിടെ എന്താണ് കാര്യം എന്ന് നോക്കാം. പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ചിത്രത്തിൽ കാണിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അശ്വത്ഥാത്മാവ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു കേഴ്സ് കിട്ടിയ ക്യാരക്ടറാണ് അശ്വത്ഥാത്മ. ഉത്തരയുടെ ഇതുവരെ ജനിക്കാത്ത കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതിനാണ് പുള്ളിക്കാരന് ശാപം കിട്ടിയത്. അത് കൃഷ്ണന്റെ കയ്യിൽ നിന്നാണ്. ഒരിക്കലും മരിക്കില്ല എന്നൊരു ശാപം ആണ് കിട്ടിയത്. നമുക്കൊക്കെ ആ ഒരു ശാപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും സന്തോഷിക്കും ആദ്യം. പിന്നീട് ചിലപ്പോൾ മാറിക്കോളും. എന്താ കുഴപ്പം, ഒരു ഭാഗ്യമല്ലെന്ന് ആദ്യം ചിന്തിക്കും. പക്ഷേ ദേഹമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചോരയൊക്കെ വന്ന് കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ 7000 വർഷം ജീവിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച്. മരണം അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അശ്വത്ഥാത്മ. കൽക്കിയെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് അശ്വത്ഥാത്മാവിന് ഈ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഉത്തരയുടെ വയറ്റിലുള്ള കുട്ടിയെ കൊല്ലാൻ ബ്രഹ്മാസ്ത്രം അയച്ച അശ്വത്ഥാത്മാവിനെ കൊണ്ട് തന്നെ കൽക്കിയെ രക്ഷിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. രക്ഷിക്കുന്നതിലൂടെ അശ്വത്ഥാത്മാവിന് ശാപം മാറിക്കിട്ടും. അങ്ങനെ ആയിരിക്കും കണക്ഷൻ കൊണ്ടുവരുന്നത്. ദീപികയാണ് കൽക്കിയുടെ അമ്മയായിട്ട് കാണിച്ചിരിക്കുന്നത്. സുമതി എന്നാണ് പേര്. ഈ കൽക്കി ജനിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. ശമ്പാല എന്നാണ് സ്ഥലത്തിന്റെ പേര്. പക്ഷേ ദീപികയുടെ ക്യാരക്ടർ ഉള്ളത് കോംപ്ലക്സിലാണ്. അവിടെ നിന്ന് ദീപികയുടെ ക്യാരക്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മുടെ ട്രെയിലറിൽ അത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ ആ സീരീസ് നോക്കാം. 2 എപ്പിസോഡ് ഇറങ്ങില്ലായിരുന്നു ആ ഒരു സീരീസ്. പ്രഭാസിന്റെ ക്യാരക്ടർ ശരിക്കും കാശിയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാശിയുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. അതുകൊണ്ട് അവിടെ മൊത്തം ദരിദ്ര അവസ്ഥയാണ്. നമ്മുടെ നായകനും ഭൈരവയും അതൊക്കെ തന്നെ. പൈസ ഒന്നുമില്ല, ലോകം മൊത്തം കടമുണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും ഒരു ലക്ഷ്യമുള്ളൂ, എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിൽ കയറി പറ്റണം എങ്ങനെയെങ്കിലും. അവിടെ ലാവിഷായിട്ടുള്ള ജീവിതമാണ്. ഭൈരവയ്ക്ക് അത് തന്നെയാണ്. ശരിക്കും പ്രഭാസ് ഒരു ബൗണ്ടി ഹണ്ടറാണ്. എന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരെയോ അവിടെ നിന്ന് ക്രൈംസ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്നവർക്കോ ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലെ ഇറക്കി വിടും. അതിനുള്ള റിവാർഡും കൊടുക്കും. അങ്ങനെയുള്ള റിവാർഡ്സ് മേടിക്കാൻ നടക്കുന്ന ആളുകളിൽ ഒരാളാണ് പ്രഭാസിന്റെ ക്യാരക്ടർ. പക്ഷേ പ്രഭാസിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം പുള്ളിക്കാരന് ഒരു കാറോ ബൈക്കോ സൈക്കിൾ പോലും ഇല്ല. ബാക്കി ബൗണ്ടീസിനൊക്കെ അങ്ങനെ മിനിമം ബൈക്കെങ്കിലും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ബുജിയെ കിട്ടുന്നത്. ബുജി ഒരു AI ആണ്. ശരിക്കും ബുജി കോംപ്ലക്സിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പ്ലെയിനിൽ ഉണ്ടായിരുന്ന AI ആയിരുന്നു. ഒരു റിബൽസുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് ആ ഒരു പ്ലെയിൻ ക്രാഷ് ആയി. അങ്ങനെയാണ് ബുജി അവിടെ എത്തിയത്. ബുജിക്കും തിരിച്ച് കോംപ്ലക്സിലോട്ട് പോകണം. കാരണം പ്രൊമോഷൻ കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് പ്ലെയിൻ ക്രാഷ് ആകുന്നത്. അപ്പോൾ ബുജിയും ഭൈരവയും കൂടി കോംപ്ലക്സിൽ കയറാമെന്ന് പ്ലാൻ ഇട്ട് ഒരു കാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പാർട്സ് എല്ലാം ഭൈരവ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ബുജി ഭൈരവയെ തേക്കും. ഒറ്റയ്ക്ക് കോംപ്ലക്സിലോട്ട് പോകാൻ നോക്കും. പക്ഷേ കോംപ്ലക്സിലോട്ട് അവന്മാരെ കയറ്റിവിടത്തില്ല ആ ഗാർഡ്സ്. ആ സമയം തന്നെ ഭൈരവ ബുജിയെ തിരിച്ച് വിളിക്കും. കാരണം അപ്പോഴാണ് മനസ്സിലാകുന്നത് ബുജിയെ അങ്ങനെ ഭൈരവ ട്രസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബുജിയുടെ ഒരു കൺട്രോൾ ഭൈരവയുടെ കയ്യിലുണ്ടായിരുന്നു. പ്രഭാസിന്റെ മാസ് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ. പക്ഷെ അവസാനം രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിട്ട് കോംപ്ലക്സിൽ കയറാമെന്ന് പറഞ്ഞ് സമ്മതിക്കും. ഇത്രയുമാണ് എപ്പിസോഡിലുള്ളത്. അതുകൊണ്ട് തീർന്നു. ചെറിയൊരു ബേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും കോംപ്ലക്സിൽ കയറാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ മുമ്പിലോട്ട് നമ്മുടെ ദീപികയുടെ ഫോട്ടോയും വെച്ച് 1 മില്യൺ യൂണിറ്റ്സ് റിവാർഡും വെക്കുന്നത്. ഈ ഒരു 1 മില്യൺ യൂണിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് കോംപ്ലക്സിലോട്ട് കയറാൻ പറ്റും. അപ്പൊ ഇനി എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ബാക്കി പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.